5 സീനിയർ വക്കീലന്മാരാണ് വന്നിട്ടുള്ളത്. കപിൽ സിബൽ, മനോജ് സിംഗ്, അഭിഷേക് സിംഗ്വി, അതുപോലെ തന്നെ ദവേ തുടങ്ങിയിട്ടുള്ള 5 സീനിയർ വക്കീലന്മാരാണ് സുപ്രീം കോടതി വന്നത്. ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്? ഇവർക്ക് നമുക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കടികൊള്ളുന്ന ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി തുഷാർ മേത്ത മാത്രമേ ഉള്ളൂ. വേറെ ഒരു വക്കീലിനെ കേരള ഗവൺമെന്റ് വെച്ചിട്ടില്ല, ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടില്ല. തുഷാർ മേത്ത പറഞ്ഞത് പല അഭിപ്രായങ്ങളും എൻ്റെ സ്വന്തം അഭിപ്രായം, ഞാൻ ഗവൺമെന്റ് അഭിപ്രായമല്ല പറയുന്നതാണ്. ഈ ഒരു വക്കീലിന് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള NGO ഏതാണെന്നുള്ളത് ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി. അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡൊണേഷൻ ഉള്ളതിന് തരണം. അതിനകത്ത് എഴുതിയിരിക്കുകയാണ് വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. നിങ്ങൾക്കൊരു ഡിഫറൻസ് വേണോ? അതായത് നിങ്ങളുടെ മോന്തയുടെ ഷേപ്പ് മാറ്റണോ? ഡിഫറൻസ് വേണോ? ഓർ ചാറ്റ് വിത്ത് us to know how dogs are better than humans. മനുഷ്യനെക്കാളും പട്ടി എങ്ങനെയാണ് നല്ലത് എന്നറിയണമെങ്കിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ആ സംഘടനയിൽ എഴുതി വെച്ചിരിക്കുകയാണ് മനുഷ്യനെക്കാളും പട്ടികളാണ് ഇവിടെ ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ഇവനൊക്കെ എന്തിനാ 2 കാലം നടക്കുന്നത്? 4 കാലം നടന്നാൽ പോരെ, പട്ടിയാണ് നല്ലതെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ളൊരു സംഘടന കോടിക്കണക്കിന് രൂപ ഈ ആന്റി റാബീസ് വാക്സിൻ ലോബികളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേരളത്തിലെ തുഷാർ മേത്ത പറഞ്ഞൊരു കാര്യം, എ ലൗഡ് വോക്കൽ മൈനോറിറ്റി ആൻഡ് എ സഫറിംഗ് മജോറിറ്റി. അനുഭവിക്കുന്ന മജോറിറ്റിക്കെതിരായിട്ട് കുറച്ച് വക്കീലന്മാരെ കൊണ്ട്, വക്കീലന്മാരെ കുറ്റം പറയല്ല, പൈസ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ഒരു വക്കീലിനെ കിട്ടുന്ന നാടാണ്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്, അതല്ല പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള വക്കീലന്മാരെ ഹയർ ചെയ്തിട്ട് കപിൽ സിബലിനെ ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ ബോർഡിൽ ഹയർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫീസ്. അങ്ങനെയുള്ളിടത്ത് ഈ വക്കീലന്മാരെ ഹയർ ചെയ്തിട്ട് ABC നിയമമാണ് ഇതിന് പരിഹാരം എന്ന് പറയുകയും ഈ ഷെൽട്ടറിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വക്കീലന്മാർ ഇത്രയും പേര് വന്നു കഴിയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയില്ല, ഡൽഹി ഗവൺമെൻറ് ഒരു തുഷാർ മേത്തയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയില്ല. ആരും പറയാതിരുന്ന് ABC എന്ന് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ഈ പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. എന്താണ് ഇവിടുത്തെ നിയമം? ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഈ ABC എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി